എല്ലാ കൂട്ടുകാർക്കും മിന്നീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കറി വെക്കാൻ പോവാണ് കേട്ടോ. വെള്ളരിക്ക എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെള്ളരിക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ വെള്ളരിക്ക ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഈ മാങ്ങ ഇടാൻ പോവാണ്. ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അത് ഞാൻ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ഇടുവാണ്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവാൻ വയ്ക്കാം. നമ്മുടെ വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ തേങ്ങ അരയ്ക്കാം. അതിലേക്ക് ഇത്രയും കുഞ്ഞു ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. കാരണം ഞാൻ വെള്ളരിക്ക കഷ്ണങ്ങൾക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. തിളയ്ക്കണ്ട, ഒന്ന് പതുക്കെ ചൂടായി വരുമ്പോഴത്തേക്കിന് ഞാൻ ഓഫ് ചെയ്യാം. തേങ്ങ തിളച്ച് കഴിഞ്ഞാൽ പിരിപിരന്ന് കിടക്കും. അപ്പം ഞാൻ തിളയ്ക്കാൻ അനുവദിക്കത്തില്ല. ഒന്ന് പതുക്കെ ഇങ്ങനെ കുമ്പള വരുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്ത് കൊടുക്കും. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പം ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പും പറയാൻ വിട്ടുപോയി. നമ്മുടെ തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് ഉണങ്ങിയ കാന്താരിമുളകുണ്ട്, ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ അരച്ചിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഉള്ളിയെല്ലാം മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുവാണേ. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി ഞാൻ കടുകിട്ട് കൊടുക്കുവാണ്. ഉള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു കളറിന്. അപ്പം നമ്മുടെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളരിക്കക്കറിക്ക് ഇത്രയും കളർ വന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഈ കളർ വന്നത്. എരിവ് കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പം ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും ഒക്കെ എനിക്ക് തരിക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ബൈ. വീണ്ടും കാണാം.